ഹായ് ഗൈസ്, ഇറ്റ്സ് സ്പൈഡർ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഒരു ഗെയിമിംഗ് ചാനലാണ് ഗൈസ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു ഗെയിമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ലിങ്ക്ഡ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സ്കൂൾ ബോയ് റൺവേ എന്ന ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നമുക്ക് ഇത്തിരി ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ഇവരുടെ കുറേ നല്ല ഗെയിമുകളുണ്ട് ഗൈസ്. മെറ്റൽ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പേഴ്സണലി അത് കുറേ കളിച്ചിട്ടുണ്ട്. നല്ലൊരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്കൂൾ ബോയ് റൺവേ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ എങ്ങനെയെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അതായത് ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിൽ അതായത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പെട്ട് കിടക്കുവാണ് ഗൈസ്. നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ വെറും തല്ലിപ്പടിയായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഒരു കൊടും എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒട്ടും പഠിക്കത്തില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറത്തേക്കൊന്നും നമ്മുടെ അച്ഛനും അമ്മയും ആരും വിടുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കുട്ടി, അതായത് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ എന്തൊക്കെയാണ് കിട്ടണേന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ ആകെ ഉള്ളത് നമ്മുടെ കയ്യിലൊരു ബൾബ് മാത്രമാണ് ഗൈസ്. നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ അച്ഛനാണ്. നമ്മുടെ അച്ഛൻ ഇവിടെയും അമ്മ കിച്ചണിലുമാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് അതായത് ചെറുതായിട്ട് നമുക്കറിയാം ഗൈസ്. ബട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് എസ്കേപ്പ് ചെയ്യണതെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഗെയിം, പക്ഷേ എനിക്കതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, അതായത് ഈ ഡ്രോയറിലൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ റൂബിക്സ് ക്യൂബിൻ്റെ ഉള്ളൊരു നോക്കി കണ്ടുപിടിക്കാനുള്ള സാധനമാണ് ഗൈസ്. അതായത് അതിൻ്റെ നടുക്ക് വൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ റൂബിക്സ് ക്യൂബിൽ നടുക്ക് വൈറ്റുള്ള എന്താണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂബിക്സ് ക്യൂബിൻ്റെ നടുക്ക് വൈറ്റ്, ഇതാണ് ഗൈസ് വൈറ്റ്. ഇതുപോലെ നമ്മളവിടെ അടിച്ചാൽ മാത്രമാണ് നമുക്ക് ആ സാധനം തുറക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ ഗെയിം പ്ലേയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കിത് അറിയാവുന്നതുമാണ്. ബട്ട് ഞാനൊന്ന് പറഞ്ഞതേ നമുക്കെന്തായാലും ഓക്കെ. എന്തായാലും അവിടെ ചെന്ന് അടിച്ചു നോക്കാം ഗൈസ്. അതുപോലെ തന്നെ നമുക്കൊന്ന് അടിച്ചു നോക്കാം. റൂബിക്സ് ക്യൂബിൽ വൈറ്റ് നടുക്ക് കണ്ട രീതിയിൽ നമുക്കൊന്ന് അടിച്ചു നോക്കാം ഗൈസ്. കാരണം ഇതാണ് അതിൻ്റെ കോഡ്. അതെനിക്ക് ഞാൻ കണ്ടായിരുന്നു, കുറേ ചാനലിൽ കണ്ടായിരുന്നു ഗൈസ്. ഇതായിരുന്നു അതിൻ്റെ കോഡ്. കാരണം ഇത് ഫസ്റ്റ് ഇയർ കളിക്കുന്ന സമയത്ത് ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കിതെല്ലാം അറിയാം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കതിനകത്ത് മനസ്സിലായി തുടങ്ങി ഗൈസ്. അപ്പോൾ ഇത് അടിച്ചു നോക്കാം. ഇത് എന്താ കിട്ടണമെന്ന് അറിയത്തില്ല. ഓക്കെ, ചാർജറാണ് നമുക്കിതിനകത്ത് കിട്ടിയത്. അടിച്ചു കഴിഞ്ഞപ്പോൾ ചാർജറിനോണ്ട് നമുക്കിവിടെ വിഷയം വരും. നമ്മുടെ അച്ഛൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ വേണ്ടിയാണ്. അച്ഛൻ്റെ ലാപ്ടോപ്പിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് കുറേ കോഡുകളും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടി അച്ഛൻ്റെ ലാപ്ടോപ്പ് കിട്ടുന്നതാണ് ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഓ ഗൈസ്, ബഗ്ഗായി ഗ്ലിച്ചായി ഗൈസ്. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അനക്കാൻ പോലും പറ്റുന്നില്ല. ഓ മൈ ഗോഡ്, അനക്കാൻ പറ്റുന്നില്ല ഗൈസ്. സംഗതി ഗ്ലിച്ചായിട്ടുണ്ട് സംഗതി. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും അത് കളിക്കാൻ വേണ്ടി പോകുകയാണ് ഗൈസ്. ആ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ഗ്ലിച്ചായി പോയി ഗൈസ്. എന്താണെന്നറിയത്തില്ല. ഈ ഗെയിം ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ആയതിനു ശേഷം ഇത് നല്ല രീതിയിൽ ഗ്ലിച്ചായിട്ടുണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് ആദ്യം ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ടോർച്ചുണ്ട്. പക്ഷേ ആ ഗെയിം നല്ല രീതിയിൽ ഗ്ലിച്ചായി പോയി. നമുക്കിപ്പോൾ അത് എങ്ങനെ വീണ്ടും ഗ്ലിച്ച് വരുമെന്ന് അറിയത്തില്ല. ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നം അതാണ് ഗൈസ്, ഗ്ലിച്ചാവും. ഇപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ 2 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന് നമുക്ക് അവിടെ ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. രണ്ടാമത് അതെന്താണെന്ന് എനിക്കറിയില്ല. രണ്ടാമത് ഇട്ടിരിക്കുന്നത് നമുക്ക് മീറ്റാണ്, അതായത് ഇറച്ചി. നമുക്ക് പുറത്തൊരു പട്ടിയുണ്ട് ഗൈസ്, ആ പട്ടിക്ക് കൊടുക്കണം ഇറച്ചി. നമുക്ക് ഇറച്ചി കൊണ്ട് നമുക്ക് അവിടെ നിന്ന് എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സാധനം ഉണ്ടായിരിക്കും. അതായത് ഒരു കോണിയിലൂടെ കയറി പോകാനൊരു സാധനം ഉണ്ട് ഗൈസ്. അത് നമുക്ക് നല്ല ആവശ്യമുണ്ട്. അതുപോലെ ഇറച്ചി നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനമാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് കാറിൻ്റെ കീയാണ് ഗൈസ്. കാറിൻ്റെ കീയും നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. കാറിൻ്റെ കീയാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ കീ നമുക്ക് യൂസ് ചെയ്യണം. കാറിൻ്റെ കീ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അച്ഛനെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും ഗൈസ്. പിന്നെ ഇതിനകത്തൊരു കീ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ആ കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കീ ഡ്രോപ്പ് ചെയ്ത് അതിന് അച്ഛൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും, അതായത് മെറ്റൽ എന്നൊരു ഗെയിമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതേ വീട് തന്നെ വെക്കണം ഗൈസ്.
അതായത് എങ്ങനെയായിരുന്നു ഇരുന്നത് അതേപടി തന്നെ, അല്ലെങ്കിൽ നമ്മൾ പിടിക്കും. ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗൈസ്. നമ്മൾ എന്തെടുത്താലും അതുപോലെ തന്നെ വെക്കണം. മാക്സിമം നമ്മളിവിടെ ചാവാതെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തില്ലെന്ന് ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. ലൈക്ക് ചെയ്തില്ല എന്നല്ല, ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക, നമുക്ക് അതൊരു നല്ല സപ്പോർട്ടായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അച്ഛനെ എന്തായാലും ആ സൈഡിലേക്ക് ഓടിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് അച്ഛനെ നമുക്കൊരു ഫേക്ക് മെസ്സേജ് അയച്ചാൽ അപ്പുറത്തേക്ക് ഓടിക്കണം. പിന്നെ അതുപോലെ തന്നെ അമ്മേനെ നമ്മൾ ആദ്യം ഇവിടെ ഒരു സ്മോക്ക് ഇട്ടിട്ടുണ്ട്. ആ സ്മോക്ക് ഇട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്കിത് തുറന്നു വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീൻ്റെ ഇത് തുറക്കാൻ വേണ്ടിയാണ്. അച്ഛൻ നമുക്ക് ഫേക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓ മൈ ഗോഡ്, അമ്മ പാട്ടിന് വരുന്നുണ്ട് ഗൈസ്. ഓ, അച്ഛനത് കേട്ടു ഗൈസ്. അതായത് ഈ സാധനം അടയ്ക്കുമ്പോൾ നമ്മൾ ലിറ്ററലി ഇത് കേൾക്കാറുണ്ട് ഗൈസ്. അതായത് അതിനൊരു പ്രത്യേക രീതിയിലൊരു നമുക്ക് കാറിൻ്റെ അടയ്ക്കുന്ന ഒരു ഒച്ച ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഈ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. അമ്മ എന്തായാലും വെള്ളം ഒഴിക്കാൻ പോയിട്ടുണ്ട്. അച്ഛനിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ ഒച്ച എവിടെ നിന്നാണ് കേട്ടതെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ വേറെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പോൾ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇവിടെ ഒരു ബാരലുണ്ട് ഗൈസ്. അതായത് ഈ ബാരലിനകത്ത് നമ്മൾ ആ പൈപ്പ് കൊണ്ടിട്ടുണ്ട്. ആ ബാരലിനകത്ത് എന്തുണ്ട്, അപ്പോൾ വെള്ളം നിറഞ്ഞ് ഇതിനകത്ത് എന്താ വന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് കുറച്ച് ഒരു കീ കിട്ടാനുണ്ട് ഗൈസ്. അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലത്തൊരു സാധനം തുറക്കാൻ വേണ്ടി. ഇപ്പം എന്തായാലും അച്ഛൻ വീണ്ടും മെസ്സേജ് അയക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയിട്ട് കാര്യമില്ല, പക്ഷെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവറിൽ കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് അമ്മ എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, അമ്മ അവിടെ നിന്ന് കയറി പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതാണ്, മറന്നുപോയല്ലോ, എല്ലാം കൂടെ അടിച്ച് മറന്നുപോയി. അതായത് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പൈപ്പിനകത്ത് വെള്ളം നമുക്ക് എന്തൊക്കെ തുറന്നു വിട്ടിട്ട് നമുക്ക് എന്നെ കിട്ടണമെന്ന് അറിയാം ഗൈസ്. ഇപ്പം എന്തായാലും അമ്മ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തൊരു കോഡുണ്ട് ഗൈസ്. ഇത് നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു സാധനമാണ് ഗൈസ്. നമുക്ക് പോസ്റ്റ് ചെയ്തൊരു സാധനം ഇവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ വേണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എനിക്കിത് അറിയത്തില്ല. കാരണം ഇത് ചിലപ്പോൾ പിടിക്കാനുള്ള സാധ്യതകളുണ്ട് ഗൈസ്. അമ്മ പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടാനൊരിതില്ല. നമുക്ക് കയറി പഠിച്ചിട്ടും കാര്യമില്ല നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതെന്താണ്? ഇവിടെയാണ് ഗൈസ് ആ കീ ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ടൊരു കീ, അതായത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു കീ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡിൻ്റെ കീ. ഓ മൈ ഗോഡ്, അച്ഛനാണെങ്കിൽ വരുന്നുണ്ട്. അച്ഛൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി വരുന്നുണ്ട് ഗൈസ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ പിടിക്കും. നമ്മളതുകൊണ്ട് എന്തായാലും ഇവിടെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിക്കും ഗൈസ്. ഇവിടെ നിന്ന് അത്യാവശ്യം സേഫുള്ളൊരു സ്ഥലമാണ് ഗൈസ്. സേഫുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ, അച്ഛൻ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അച്ഛൻ്റെ എല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, അത് ബ്ലറാണ് നന്നായി. ഞാൻ പേടിച്ചു ഗൈസ്. അച്ഛൻ്റെ ഇനിയിപ്പോൾ ഇത് വീഡിയോ കട്ട് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമ്മളിതിനകത്ത് എസ്കേപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇത് എസ്കേപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഉറപ്പാണ് ഇടുന്നതായിരിക്കും. കാരണം ഇതിൽ മൾട്ടിപ്പിളായിട്ട് എസ്കേപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതായത് ഒരു 8 എൻഡിങ് എങ്ങാനുണ്ട്. നമ്മളിത് ചെക്ക് ചെയ്തായിരുന്നു. 8 എൻഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളെന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ അന്ന് ഈ മോപ്പ് നമുക്ക് ആവശ്യമുണ്ട്, ഇത് എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇതാണ് നമുക്ക് ആ കോണിയിൽ കയറി പോകാൻ വേണ്ടി ആവശ്യമുള്ളൊരു സാധനം. ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇത് നമ്മൾ പിന്നെയാണ് മോപ്പിങ് എടുക്കാൻ പറ്റുന്നത്. ഇതുപോലത്തെ ഒരു ആവശ്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും റൂമിലേക്ക് പോകാം ഗൈസ്. അതായിരിക്കും നല്ലത്. റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആരെങ്കിലും എങ്ങോട്ടും പോകുന്നതൊന്നും ശ്രദ്ധിച്ചില്ല ഗൈസ്. ഇപ്പോൾ എന്തായാലും അച്ഛനെ അപ്പുറത്തേക്ക് ഓടിക്കേണ്ടി വരും ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒരു പാസ്വേഡ് ഗൈസ്. ഇതിൻ്റെ പാസ്വേഡ് ഞാൻ കുറേ തപ്പിട്ടാണ് മനസ്സിലാക്കിയത്. കാരണം ഇതൊരു ഫോട്ടോയിൽ ഇവൻ്റെ. അപ്പോൾ ഗൈസ്, അമ്മ എന്തായാലും പുറത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇപ്പോൾ ഇവിടെ കുറച്ച് തപ്പണം. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ നേരത്തെ നമുക്ക് ബൾബ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ബൾബാണ് ഗൈസ്. ബൾബ് ആ റൂമിനകത്ത് എന്തെങ്കിലും
അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു മീറ്റ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം ഗൈസ്. അതായത് പട്ടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ബട്ട് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ബൾബാണ്. ബൾബ് ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായ സാധനങ്ങൾ കിട്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഇത് ഇപ്പം എന്തായാലും ആരും അമ്മ കേട്ടിട്ടുണ്ടായിരിക്കും. അമ്മ എന്തായാലും തിരിച്ചു വരുന്നുണ്ടായിരിക്കും ഇത് നോക്കാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്ക് പട്ടിക്ക് ഇത് കൊണ്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും ആ ഒരു കീ വെച്ച് ആ റൂം തുറന്നു ഗൈസ്. പക്ഷെ ബൾബില്ലാത്തത് ഏറ്റവും വലിയൊരു പാടാണ് ഗൈസ്. ബൾബ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. എന്താണെന്നറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ റൂമിനകത്ത് നമുക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ നമ്മൾ ബൾബ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ടു ഡാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ബൾബാണ് ഗൈസ്. ബൾബ് നമ്മൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യാമായിരുന്നു ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടെ എവിടെ നിന്നും ബൾബ് കിട്ടിയിട്ടില്ല. അതായത് നമുക്കിപ്പോൾ ആ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ കീ ഇട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അവിടെ ആ ബൾബ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കത്തുള്ളൂ. അച്ഛൻ ഇങ്ങനെ ഈ പൊട്ടൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ഓക്കെ നമുക്കൊരു ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് ഇതുവരെയും ബൾബ് കിട്ടിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇനി ഇപ്പോൾ നമ്മൾ ഇതൊന്നും ബാക്ക് അടിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കാം ഗൈസ്. നമ്മൾ തപ്പാൻ മറന്നുപോയത് സ്ഥലം ഉണ്ടോ എന്ന് അറിയത്തില്ല. അച്ഛനിപ്പോൾ എന്തായാലും ബാത്റൂമിൽ പോകാൻ വേണ്ടി വരുന്നുണ്ട്, അതായത് മൂത്രമൊഴിക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ആ വഴി പോകുന്നുണ്ട് ഗൈസ് അച്ഛൻ. ഓക്കെ, നമുക്ക് അച്ഛൻ പോകണമെങ്കിൽ ആ റൂമിലാണ്, അതായത് അച്ഛൻ ഇരിക്കുന്ന ആ റൂമിൽ കുറച്ച് തപ്പാണ്ട് ഗൈസ്. ആ റൂമിൽ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കെന്തോ ഒരു കാര്യം ചേർക്കാനുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ അമ്മ ക്രിസ്മസ് ട്രീ നനയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഡ് തുറക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നമുക്കിതെങ്ങനെ തുറച്ച് കളയണമെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെ നിന്ന് എന്തോ ഒരു സാധനം ചാടി വരും ഗൈസ്. അതായത് മറ്റൊരു ഒരു ഗ്ലാസ് ചാടി വരും. അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ തപ്പിയതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മൾ തപ്പിയതാണ്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഒന്നുകൂടെ തപ്പി നോക്കാം. നമ്മൾ എവിടെ ഏതെങ്കിലും സൈഡ് വിട്ടു വിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഇവിടെ ഇത് നോക്കാം. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. പക്ഷേ ഇത് വർക്കാവുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത് എന്തായാലും അവിടെ പോയി അടിച്ചു നോക്കണം, എന്നാലാണ് മനസ്സിലാവത്തുള്ളൂ ഇത് വർക്കാവുന്നുണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അതായത് നമ്മളെന്തോ ഒരു മറ്റേ ഇത് ചാടിച്ചിട്ടപ്പോൾ അമ്മ അത് ഒച്ച കേട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അവരെല്ലാം പോയെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, നമ്മളെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. അച്ഛൻ എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞു എന്ന്. കാരണം നമ്മൾ ഇത്ര നേരം അവരിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളത് ഇപ്പോൾ ഒളിച്ചിരിക്കുവാണ്, പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ പിടിക്കാനുള്ള സാധ്യത ഒരുമാതിരി ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. നമ്മളെ പിടിച്ചു ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം ഗൈസ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇത് എല്ലാം കൂടെ കിട്ടിയായിരുന്നു ഗൈസ്. നമ്മൾ ചിലപ്പോൾ എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അച്ഛനമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തപ്പുന്നില്ല ഗൈസ്. അച്ഛൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. അതായത് ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവർ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് നല്ല പാടാണ്. നമുക്ക് എന്തായാലും ഇത് രക്ഷപ്പെട്ടേ പറ്റൂ ഗൈസ്. രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല. ഇതെന്താണ്? അമ്മ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. ഈ അച്ഛൻ, ഓ മൈ ഗോഡ് ഗൈസ്. നമുക്കിപ്പോൾ എന്തായാലും ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഗേറ്റ് അടഞ്ഞു ഗൈസ്. അതായത് ഇവർ രണ്ടുപേരും നമ്മൾ പിടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗേറ്റ് അടഞ്ഞു. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ഓടാം ഗൈസ്. അതെന്താണ് അവർ രണ്ടുപേരും അവിടെ പോയി നിൽക്കുന്നത്? അപ്പോൾ അച്ഛൻ ഓടി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെ അച്ഛനെ വെട്ടിച്ചേ പറ്റൂ. അച്ഛനാണെങ്കിൽ പോകുന്നില്ല ഗൈസ്. നമ്മുടെ പുറകെ തന്നെ പിടിക്കുകയാണ് ഗൈസ്. പക്ഷെ তোমরা জানো আমার শরীর মন থেকে দুষ্টুমি কোনোদিন যাবে না। ঝিঙ্কা চিকা ঝিকাঙ্কা মন আমার পাগল হয়ে পদ্ম পাতায় বসে শিশিরের সাথে কেমন পীড়িত করে মরে রে।